AMM എന്ന് പറഞ്ഞ സംഘടന ഇതുപോലെയൊക്കെ തന്നെ നടക്കും. അല്ലാതെ ഇതിന് അവിടെ എന്താണ്ട് വലിയ മഹത്തായ എന്തെങ്കിലും കാര്യം നടക്കുന്നില്ല. അതൊരു ക്ലബ്ബാണ്. ഒരു ചീഞ്ഞളിഞ്ഞ ക്ലബ്ബാണ്. ആ ക്ലബ്ബിന്റെ ലെവലിൽ അതിനെ കണ്ടാൽ മതി. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞ പോലെ ഇപ്പൊ ഏറ്റവും വലിയൊരു ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ AMMയിൽ നിന്ന് നിരവധി ആളുകൾ അവരുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചിട്ടുണ്ട്. ഉം. അതായത് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ലക്ഷ്മിപ്രിയയുടെ രാജ്യം. ശരിക്കും പറഞ്ഞാൽ AMM ഇനി ഒരടി മുന്നോട്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ലക്ഷ്മിപ്രിയ അവരുടെ അംഗത്വം മാത്രമല്ല അവരുടെ പ്രാഥമിക അംഗത്വം കൂടി രാജിവെച്ചു. ഉം. ഈ രാജിവെച്ചുകൊണ്ട് എനിക്ക് വലിയൊരു ഭയവും കൂടിയുണ്ട്. കാരണം എന്താ ഉണ്ട്. വെച്ചാൽ ഇനി അവർ 2020-ൽ ആക്റ്റീവ് ആവുകയും അടുത്ത തവണ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് MLA-യോ മന്ത്രിയോ ഒക്കെ ആവുമെന്നുള്ള പേടി കൂടി ഇരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു സെക്രട്ടറിയേറ്റ് രാജിവെച്ചു ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമല്ലോ. ഒരു അപ്പൊ ലവണം വേണം. ലാവണം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് അതാവുമെന്നുള്ള പേടിയുണ്ട്. പിന്നെ ശ്വേതാ മേനോനൊക്കെ രാജിവെച്ചിട്ടുണ്ട്. പാവയായിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. മുൻപ് ചില വനിതാ അംഗങ്ങൾ ആരോപിച്ചതുപോലെ സംഘടന കുറ്റാരോപിതർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അജണ്ട വെച്ച് എന്നെ പുറത്താക്കാനുള്ള ശ്രമമാണ് നടന്നത്. യോഗം തുടങ്ങും മുമ്പ് അവിശ്വാസ പ്രമേയത്തിൽ അംഗങ്ങളെ ഒപ്പിടിച്ചത് ഇതിന് തെളിവാണ്. ബാബുരാജ് ഭാരവാഹി ഉള്ള കണക്കിലാണ് കുഴപ്പം. തട്ടിപ്പ് പുറത്തായപ്പോൾ എന്റെ കമ്മിറ്റിയിലെ ട്രഷറർ ഓടി രക്ഷപ്പെട്ടു. ഉണ്ണി ശിവപാൽ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ബാബുരാജൊക്കെ പറയുന്നതിനാണ് ശ്വേത മറുപടി പറയേണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്ന് വെച്ചാൽ 67 ലക്ഷം രൂപയുടെ കണക്കുകൾ ഇതിനകത്തില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഉം. പിന്നെ ഇതിന്റെ പിന്നിൽ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ അടിവരയിട്ട് പറയണം കേട്ടോ. അത് ഉം. അണ്ടർലൈൻ ചെയ്ത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം. ഇതിന്റെ പിന്നിൽ ഒരു തന്ത്രവും കൂടിയുണ്ട്. ഉം. ഇതിനു മുമ്പും അവിടെ ഇതുപോലെയൊക്കെ തന്നെ ഉഴപ്പും വേഷം കെട്ടും അഴിമതിയൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ സ്ത്രീകൾ അധികാരത്തിലെത്തിയപ്പോ കണ്ട സ്ത്രീ കാർഡ് ഇടയ്ക്ക് കളിച്ചിട്ടാണ്. അതുകൊണ്ട് അവരെ കൊണ്ടൊന്നും ഇത് നടക്കില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അധികാരത്തിലേക്ക് വരാനുള്ള ഒരു പദ്ധതി കൂടിയാണ്.